Hi students, ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്ന ചാപ്റ്ററിലെ 7ാമത്തെ പാർട്ട്, അതായത് പേജ് നമ്പർ 206ലെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം ചെയ്തു. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 42 മീറ്റർ ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 മീറ്റർ. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ് സൈഡ്സ്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 42 മീറ്ററും അതിന്റെ ഒരു വികരണത്തിന്റെ നീളം 15 മീറ്ററും ആണെങ്കിൽ ആ ചതുരത്തിന്റെ വശങ്ങളുടെ നീളങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്, അതിന്റെ വികരണവും വരച്ചിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഇത് ലെങ്ത് ആയിട്ടും ഇത് ബ്രെഡ്ത്ത് ആയിട്ടും എടുക്കുകയാണെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള സമവാക്യം എന്താണ്? 2 × L + B ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 42 തന്നിട്ടുണ്ട്. 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. ഇനി പെരിമീറ്റർ കാണാനുള്ള സമവാക്യം അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതും ബ്രെഡ്ത്ത് B ആണ്, ഇതും ലെങ്ത് ആണ്. ചുറ്റളവ്, ചുറ്റുമുള്ള അളവുകൾ കൂട്ടുക. അപ്പൊ L + B + L + B എന്നെഴുതിയാൽ മതി. അപ്പൊ 2 L ഉം 2 B ഉം വരും. അപ്പൊ ഇവിടെ നിന്ന് L + B എങ്ങനെയാണ് കാണുന്നത്? ഈ 2 കൊണ്ട് ഗുണിച്ചിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം. 42നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 21 മീറ്റർ എന്ന് കിട്ടി. L + B 21 ആണ്. ഇവിടെ നമുക്ക് Lനെ X ആയിട്ട് എടുത്താൽ B എന്താകും? 21 - X ആകും. ലെറ്റ് L = X. അപ്പൊ B 21 - X ആണ്. അപ്പോ Lനെ X എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ ഇവിടെ X ആയി, ഇതെന്തായി? 21 - X ആയി. ഇനി ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, അതായത് ഒരു ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ താഴത്തെ ട്രയാങ്കിൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ്. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് 15 മീറ്റർ. അപ്പൊ ഇവിടെ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താ പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അഥവാ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇവിടെ 15 സ്ക്വയർ ഈക്വൽ ടു പാദം x² പ്ലസ് 21 - x² എന്ന് എഴുതാവല്ലോ അല്ലെ. ഇപ്പൊ 15 സ്ക്വയർ എത്രയാണ്? 225 ആണ്. ഈക്വൽ ടു x² പ്ലസ് ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം, അതായത് a-b² ഫോമിലാക്കണം. അപ്പൊ a-b² എന്താണ്? ഐഡന്റിറ്റി മറക്കരുത്. a-b² എന്ന് പറഞ്ഞാൽ a² - 2ab + b² ആണ്. അപ്പൊ ആദ്യത്തത് a, രണ്ടാമത്തെ b. അപ്പൊ ആദ്യത്തത് a², 21² - 2ab, 2 × 21 × x പ്ലസ് x² ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ 225 ഈക്വൽ ടു ഈ x² ഈ ലാസ്റ്റ് കിടക്കുന്ന x² 2x² എന്ന് എഴുതാവല്ലോ. ഇനി എക്സ് ഉള്ള ടേം എഴുതാം. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. ആദ്യം x² ഉള്ളത്, പിന്നെ x ഉള്ളത്, പിന്നെ നമ്പർ, അങ്ങനെ എഴുതണം. അപ്പൊ 2 × 21 42 ആണ്. 42x മൈനസ് ആണ്. അപ്പൊ -42x പ്ലസ് 21ന്റെ സ്ക്വയർ 441. ഇനി നമുക്ക് ഈ 225നെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2x² - 42x പ്ലസ് 441 -225 ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ. 225 അപ്പുറത്തേക്ക് പോയപ്പോൾ ഈ സൈഡ് 0 ആയി. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി 2x² - 42x ഇത് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുക. 441 - 225, അതായത് 2 + 216 ഈക്വൽ ടു 0. ഇത് നോക്കിക്കേ, ഈ x² കൂടെയുള്ള നമ്പരും എക്സിന്റെ കൂടെയുള്ള നമ്പരും കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പരും എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകൾ. അപ്പൊ നമുക്ക് 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ 2 × x² - 21x പ്ലസ് 108 ഈക്വൽ ടു 0 എന്ന് എഴുതാവില്ല. ഇത് എങ്ങനെയാ കിട്ടിയത്? അതായത് ഓരോന്നിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അത്ര ഓർത്താൽ മതി. അപ്പോ എന്ത് വന്നു?
2 പുറത്തെടുത്ത് കഴിയുമ്പോൾ x2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1x², 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21, 216നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108. 2 ഒരിക്കലും 0 ആകുകയില്ല. പിന്നെ എന്തേ 0 ആകത്തുള്ളൂ? ഈ ബ്രാക്കറ്റിലുള്ളതേ 0 ആകത്തുള്ളൂ. അതായത് x² മൈനസ് 21x പ്ലസ് 108 ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലോ, രണ്ടാകൃതി ബഹുപദം ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ജനറൽ സൊല്യൂഷൻ വെച്ചിട്ട് ആ സമവാക്യം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. നമുക്ക് എയും ബിയും സിയും വേണം. എ എത്രയാണ്? 1. x² കൂടെ ഉള്ളതാണ് എ, എക്സിന്റെ കൂടെ ഉള്ളത് ബി. കോൺസ്റ്റന്റ് ടേം 108c. അപ്പോൾ എക്സ് ഈക്വൽ ടു, എക്സിലാണ് കിടക്കുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്നാണ് നമ്മുടെ സമവാക്യം എഴുതേണ്ടത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2a. ഇവിടെ റൂട്ടിനകത്തുള്ളത് നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണണമെങ്കിൽ കാണാം, കണ്ടിട്ട് ഇതിനകത്ത് ഇട്ടാലും മതി. അല്ലെ ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നാലും കുഴപ്പമില്ല. മനസ്സിലായോ? അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്താണ്? മൈനസ് 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b². ബി എന്ന് പറയുമ്പോൾ മൈനസ് 21² മൈനസ് 4 ഇൻറ്റു എ എന്താണ്? 1 ഇൻറ്റു c 108 ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും മിസ്സായി പോവുകയല്ല. ആ ഇക്വേഷനിൽ അതേപടി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഒന്നും മിസ്സാകുകയല്ല. ഈക്വൽ ടു, രണ്ട് നെഗറ്റീവ് അടുത്ത് വന്നപ്പോൾ പോസിറ്റീവായി 21 ആയി, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 21ന്റെ സ്ക്വയർ 441 മൈനസ് 108 ഇൻറ്റു 4 432 divided by 2 ones are 2. Equal to 21 plus or minus root 441 minus 432 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഡിവൈഡഡ് ബൈ 2. റൂട്ട് 9 നമുക്ക് അറിയാമല്ലോ, 3 ആണെന്നറിയാമല്ലോ. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് 3/2 എന്ന് കിട്ടിയല്ലോ. അപ്പം ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് എക്സ് ഈക്വൽ ടു 21 പ്ലസ് 3/2 വരാം, 21 മൈനസ് 3/2 വരാം. അപ്പം എക്സ് ഈക്വൽ ടു 21 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 24 ആണ്. 24/2 എന്ന് പറയുന്നത് 12 ആണ്. 21 മൈനസ് 3 എന്ന് പറയുമ്പോഴോ 18 ആണ്. 18/2 എന്താണ്? 9 ആണ്. ഇവിടെ എക്സ് എന്താണ്? ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ലെങ്ത് L ഈക്വൽ ടു 12 എടുത്താൽ, ആദ്യത്തെ നമ്പർ എടുത്താൽ ബ്രെഡ്ത്ത് എത്ര വരും? 21 മൈനസ് 12. 21 മൈനസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 അല്ലേ. ഇനി ലെങ്ത് 9 എടുത്താലോ ബ്രെഡ്ത്ത് എന്ത് വരും? 21 മൈനസ് 9 ഈക്വൽ ടു 12 എന്ന് വന്നു. ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാന്ന് കിട്ടിയല്ലോ. ലെങ്ത് ഈക്വൽ ടു 12 മീറ്ററും ബ്രെഡ്ത്ത് ഈക്വൽ ടു 9 മീറ്ററും, നീളം 12 മീറ്ററും വീതി 9 മീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഫ്രം എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ 2 സ്ക്വയേഴ്സ് ആർ കട്ട് ഓഫ് ആസ് ഷോൺ ഇൻ ബിലോ. അതായത് ഇതാണ് ഇത് 2 സ്ക്വയേഴ്സ്. പിന്നെ ഉള്ളത് ബാക്കിയുള്ള പാർട്ടിന്റെ ഏരിയയാണ്, പരപ്പളവാണ് 27 സ്ക്വയർ സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. ഈ റെക്ടാങ്കിളിന്റെ, ഈ വലിയ റെക്ടാങ്കിളിന്റെ ഷോർട്ടർ സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഷോർട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പൊ അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് എക്സ് ബി ദ ഷോർട്ടർ സൈഡ്. നീളം കുറഞ്ഞ വശത്തിന് എക്സ് എന്ന് എടുക്കാം. അപ്പൊ ഇത് രണ്ടും സ്ക്വയേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ, സമചതുരങ്ങളാന്ന് പറഞ്ഞുകൊണ്ട് ഈ വശവും എക്സ് ആണല്ലോ, ഇതും എക്സ് ആണല്ലോ, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര വരും? ഈ സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? എക്സ് സ്ക്വയർ സെന്റിമീറ്റർ ആണല്ലോ. അതേപോലെ ഇതും എക്സ് സ്ക്വയർ അല്ലേ, സ്ക്വയർ സെന്റിമീറ്ററിലല്ലേ കിടക്കുന്നത് ആണല്ലോ. പിന്നെ നമുക്കറിയാവുന്ന എന്താണ്? ഈ വലിയ റെക്ടാങ്കിൾ, ആ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് നീളം ഗുണം വീതി ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ 15 ഗുണം എക്സ് എന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ ഏരിയ ഓഫ് ദ ലാർജർ റെക്ടാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു എക്സ്. നീളം 15,
വീതി എക്സ്, 15 ഗുണം എക്സ്. അപ്പോൾ വലിയ ചതുരത്തിന്റെ പരപ്പളവ്. ഇനി ഏരിയ ഓഫ് ദി സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ അല്ലേ? സമചതുരത്തിന്റെ പരപ്പളവ്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഈ വലിയ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 2 സമചതുരങ്ങളുടെ പരപ്പളവും പിന്നെ ബാക്കി ഭാഗത്തിന്റെ പരപ്പളവ് 27 സ്ക്വയർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 2 ചെറിയ സ്ക്വയേഴ്സിന്റെ ഏരിയ പരപ്പളവ് പിന്നെന്താ 27 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ബാക്കിയുള്ള ഭാഗത്തിന്റെ തന്നിട്ടുണ്ട്. ഇത് 3ഉം കൂടെ കൂട്ടുമ്പോഴാണ് വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ കിട്ടുന്നത്. വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് 15x നമ്മളിവിടെ കണ്ടു ആണല്ലോ. ഇനി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? 2x സ്ക്വയർ പ്ലസ് 27 ഈക്വൽ ടു 15x എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കണ്ടേ? ആദ്യം നമുക്ക് എക്സ് സ്ക്വയർ ടേം എഴുതണം. പിന്നെ നമുക്ക് ഈ 15xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ -15x ടേം വന്നു. പിന്നെ പ്ലസ് 27 ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. ഇതൊരു പോളിനോമിയൽ അല്ലേ? ഒരു ബഹുപദമാണ്. ഇവിടെ എ എത്രയാണ്? A2 B -15 C 27. ഇനി നമ്മുടെ സമവാക്യത്തിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? എക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ x ഈക്വൽ ടു -b plus or minus root of b square minus 4ac by 2a whole divided by 2a equal to minus b minus 15 plus or minus root of minus 15 square minus 4 into 2 into 27 whole divided by 2 into 2. 2 മൈനസ് അടുത്ത് വന്നപ്പോൾ അത് പ്ലസ് ആയി. പ്ലസ് ഓർ മൈനസ് ഇട്ടു. റൂട്ട് ഓഫ് 15ന്റെ സ്ക്വയർ 225 മൈനസ് 4 2s are 8. 8 into 27 216 whole divided by 4. ഇനി x equal to 15 plus or minus root 225ൽ നിന്ന് 16 പോയി കഴിയുമ്പോൾ 9 വരും. ഡിവൈഡഡ് ബൈ 4. നമുക്ക് റൂട്ട് 9 അറിയാം, 3 ആണെന്നറിയാം. അപ്പോൾ 15 പ്ലസ് ഓർ മൈനസ് 3/4 എന്ന് വന്നല്ലോ. അപ്പോൾ 15 പ്ലസ് 3/4ഉം വരും. 15 മൈനസ് 3/4ഉം വരും. 15 പ്ലസ് 3 18 ആണ്. 18/4. 15 മൈനസ് 3 12. 12/4. 18/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9/2. 9/2 എന്ന് പറയുന്നത് 4.5ഉം വരും. 12/4 എന്ന് പറഞ്ഞാൽ 3ഉം വരും. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെ കിട്ടി? എക്സ് ഈക്വൽ ടു, അതായത് എക്സ് ഈക്വൽ ടു 4.5ഉം വരാം, 3ഉം വരാം. സോ ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ദി ഷോർട്ടർ സൈഡ് ഈക്വൽ ടു 4.5 3 വരാം. നീളം കുറഞ്ഞ വശത്തിന്റെ നീളം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. നമുക്ക് 4ാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 5 9 എക്സെട്ര സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 91. നമുക്കിവിടെ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 1 5 9 എക്സെട്ര. അതിലെ ആദ്യ പദം തൊട്ട് എത്ര പദങ്ങളുടെ തുകയാണ് 91 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അവസാന പദം തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യം എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d. ഇത് എത്രയും തന്നിട്ടുണ്ട്? 91 തന്നിട്ടുണ്ട്. നമുക്ക് n കണ്ടുപിടിക്കണം. ഇവിടെ x1 എത്രയാണ്? x1 1ഉം d 5-1. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ മതി. 5-1, അതായത് 4 ആണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ n/2 ഇൻറ്റു 2x1 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു 4 ഈക്വൽ ടു 91. അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 തന്നെയാണ്. പ്ലസ് ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. n ഇൻറ്റു 4 4n മൈനസ് 1 ഇൻറ്റു 4 4 ഈക്വൽ ടു 91. അപ്പോൾ n/2 ഇൻറ്റു ഈ 4n ആദ്യം എഴുതാം. 4n 2 - 4 അപ്പോൾ -2 എന്ന് കിട്ടി.
ഈക്വൽ ടു 91. ഇനി നമുക്ക് ഈ 2നെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. n ഇൻറ്റു 4n മൈനസ് 2 ഈക്വൽ ടു ഈ 2നെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 91 ഇൻറ്റു 2 ആവും. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക്. അപ്പോൾ n ഇൻറ്റു 4n എന്ന് പറയുന്നത് 4n സ്ക്വയർ ആയി, മൈനസ് n ഇൻറ്റു 2 എന്ന് പറയുന്നത് 2n ഈക്വൽ ടു 91 ഇൻറ്റു 2 എന്ന് പറയുന്നത് 182 എന്ന് കിട്ടി. ഇനി ഇതിനെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ 4n സ്ക്വയർ മൈനസ് 2n മൈനസ് 182 ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ. ഇവിടെ നോക്കിക്കേ, എല്ലാ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകളാണ്. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2n സ്ക്വയർ മൈനസ് n മൈനസ് 91 ഈക്വൽ ടു 0 എന്ന് വന്നല്ലോ. ഇതൊരു പോളിനോമിയൽ അല്ല, എന്നിലാണ് കിടക്കുന്നത്. അപ്പൊ n ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ. നമുക്ക് n ആണ് കിട്ടേണ്ടത്, എത്ര എണ്ണത്തിന്റെ. അപ്പൊ സമവാക്യം എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ a എത്രയാണ്? 2, b എന്ന് പറയുന്നത് മൈനസ് 1, c എന്ന് പറയുന്നത് മൈനസ് 91. അപ്പൊ n ഈക്വൽ ടു മൈനസ് ബി മൈനസ് മൈനസ് 1. ഈ മൈനസ് ആദ്യം ഇടുക, പിന്നെ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a2 ആണ്, c മൈനസ് 91 ആണ്, ബൈ 2a 2 ഇൻറ്റു 2. അപ്പോൾ n ഈക്വൽ ടു 2 മൈനസ് അടുത്ത് വന്നപ്പോൾ ഇത് പ്ലസ് ആയി, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1ന്റെ സ്ക്വയർ 1 ആണ്. പിന്നെ ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. പിന്നെ 4 2s are 8, 8 ഇൻറ്റു 91, 91 ഇൻറ്റു 8 728 ബൈ 2 2s are 4. അപ്പോൾ ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 729 ബൈ 4 എന്ന് വന്നു. 729ന്റെ റൂട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അറിയാൻ വയ്യാത്തവര് 729 ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഞാൻ പറഞ്ഞിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് 2 എണ്ണം വെച്ച് പെയർ ചെയ്യണം. 1 2 ഇത്രയും ആക്കി. ഇനി 7-നകത്തുള്ള ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. 2 2s are 4 ഉള്ളൂ, 3 3s ആകുമ്പോൾ 9 ആവും. ഇപ്പൊ 2 ഇവിടെ എഴുതുക, ഇവിടെ എഴുതുക, 2 2s are 4 സബ്ട്രാക്ട് ചെയ്യുക, റിമൈൻഡർ 3 വന്നു. സാധാരണ ഡിവിഷനിൽ ഓരോ നമ്പർ വെച്ചാണ് താഴോട്ട് ഇറക്കി എഴുതുന്നത്, പക്ഷെ നമ്മൾ ഓരോ ഗ്രൂപ്പ് ആയിട്ടാണ് ഇവിടെ ഇറക്കി എഴുതേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ 2 കൂടെ കൂട്ടി ഇങ്ങോട്ട് മാറ്റി എഴുതുക. പിന്നെ ഇവിടെ ഏത് നമ്പറാണോ എഴുതുന്നത് ആ നമ്പർ തന്നെ ഇവിടെ എഴുതണം. 1's പ്ലേസ് 9 വരണം. അപ്പൊ ഈ 2നെ അങ്ങ് മറച്ചു പിടിച്ചിട്ട് ഇവിടെ എഴുതുന്ന നമ്പറിനെ കൊണ്ട് ഇതിനെ മുഴുവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1's പ്ലേസ് 9 വരണമെങ്കിൽ 3 3s are 9 വരും അല്ലെ. അപ്പൊ നമുക്ക് 3 ഇട്ട് നോക്കാം. 43 ഇൻറ്റു 3, 43 ഇൻറ്റു 3 എത്രയാണ്? 129 ആകത്തുള്ളൂ. അപ്പൊ 3 അല്ല. പിന്നെ ഏതാ? 7 നോക്കാം. വേറൊരു നമ്പർ ഇട്ടാലും 9 വരികയല്ല. അപ്പൊ ഇവിടെ 7 എഴുതിയാൽ ഇവിടെയും 7 എഴുതുക. അപ്പൊ 47 ഇൻറ്റു 7 നോക്കിക്ക്, 7 7s are 49, റിമൈൻഡർ 4, 7 4s are 28 പ്ലസ് 4 32 ആയല്ലോ, 329 ആയല്ലോ. അപ്പോൾ അവിടെ 7 കറക്റ്റ് അല്ലേ. അപ്പോൾ 329, റിമൈൻഡർ 0 വന്നല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്താണ്? 27 ആണ്. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് 27 ബൈ 4 എന്ന് കിട്ടിയല്ലോ. അപ്പൊ എന്നിന്റെ വാല്യൂസ് ഏതൊക്കെ വരാം? 1 പ്ലസ് 27 ബൈ 4ഉം വരാം, 1 മൈനസ് 27 ബൈ 4ഉം വരാം. 1 പ്ലസ് 27 എന്ന് പറയുമ്പോൾ 28 വരും. ഇപ്പൊ 28 ബൈ 4ഉം വരാം. 1 മൈനസ് 27 എന്ന് പറയുമ്പോൾ മൈനസ് 26 ആണ്. മൈനസ് 26 ബൈ 4 ഡിവൈഡ് ചെയ്യുമ്പോഴും അത് നെഗറ്റീവ് ആയിട്ട് കിടക്കും. എൻ എന്ന് പറയുന്നത് നമുക്ക് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എൻ എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. എണ്ണ ഒരിക്കലും നെഗറ്റീവ് ആകുകയില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് എടുക്കണ്ട. പിന്നെ ഇത് മതി. 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ആൻസർ n ഈക്വൽ ടു 7 എന്ന് കിട്ടി. അപ്പൊ എത്ര ടേംസിന്റെ സം ആണ്? സം ഓഫ് n terms, അതായത് സം ഓഫ് 7 ടേംസ് ഈസ് 91. സം ഓഫ് 7 ടേംസ് ഈസ് 91. 7 പദങ്ങളുടെ തുകയാണ്
91 എന്നെഴുതിയാൽ മതി. എല്ലാം മനസ്സിലായല്ലോ? എഴുതി പഠിക്കുക എല്ലാവരും.